കേരള PSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 27/24. ഞാൻ ചോദ്യം വായിച്ച് ആൻസേഴ്സ് പറയാനെടുക്കുന്ന ടൈം കൊണ്ട് നിങ്ങൾ ആൻസേഴ്സ് കണ്ടെത്തി വെക്കുക. അതാവുമ്പോൾ എത്ര ആൻസേഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ പറ്റും. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ്? ബഹദൂർ ഷാ രണ്ടാമൻ, നാനാ സാഹിബ്, താന്തിയ തോപ്പി, കൻവർ സിംഗ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, താന്തിയ തോപ്പി. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ് താന്തിയ തോപ്പി. പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം? കൊല്ലം, കോട്ടയം, പുറക്കാട്, പട്ടണം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പട്ടണം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്, കർണാടകം, കേരളം, മധ്യപ്രദേശ്. ഉത്തരം ഓപ്ഷൻ എ, ആന്ധ്രാപ്രദേശ് ആണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം? ജനീവ, റോം, വിയന്ന, ന്യൂയോർക്ക്. ഉത്തരം ഓപ്ഷൻ എ, ജനീവ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. നിസ്സഹകരണ പ്രസ്ഥാനം, ഖേദ സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്. 3, 2, 1, 4 എന്നിങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള ക്രമം. 2023 150ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ? ഡോക്ടർ പൽപ്പു, വക്കം അബ്ദുൽ ഖാദർ മൗലവി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് 2023 150ാം ജന്മവാർഷികം ആചരിക്കപ്പെട്ട നവോത്ഥാന നായകൻ. ഭൂവൽക്കത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. ഹിമാലയൻ പർവ്വത മേഖലകളിൽ ഭൂവൽക്കത്തിന് കനം വളരെ കുറച്ചാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. തിരമാലകൾ എന്നാൽ എന്ത്? ജലത്തിന്റെ ചലനം, സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജ പ്രവാഹം, ചന്ദ്രന്റെയും സൂര്യന്റെയും ഗുരുത്വാകർഷണ ബലം മൂലം സമുദ്രത്തിനുണ്ടാകുന്ന ചലനം എന്നിവയാണ് കൊടുത്തിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീരസമതലങ്ങളെക്കുറിച്ചുള്ള തെറ്റായ സൂചന കണ്ടെത്തുക. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം വീതി കുറവാണ്. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദി പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. താഴ്ന്നു പോയ സമതലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പശ്ചിമ തീര സമതലങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1 ശരിയായിട്ടുള്ള പ്രസ്താവന. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എൽനിനോ പ്രതിഭാസവുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം? മധ്യരേഖ വായു ചംക്രമത്തെ തടസ്സപ്പെടുത്തുന്നു. സമുദ്രജല ബാഷ്പീകരണം ക്രമരഹിതമാകുന്നു. സമുദ്രപ്ലവങ്ങളുടെ അളവിൽ കുറവ് വരുത്തുന്നു. കാലാവസ്ഥാ മാറ്റത്തിന് ഇതൊരു കാരണമാകുന്നില്ല. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം 4ഉം. ഇന്ത്യയിൽ ഒരു പ്രധാന ഭൗമ താപോർജ ഉൽപാദന കേന്ദ്രമാണ്? പുകതാഴ്വര, മണികരൻ, ദിഗ്ബോയ്, ആംഗലേശ്വർ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം. 2023 ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ്? അസാനി, മാൻഡസ്, മിഷോങ്, യാസ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, മിഷോങ്. 2023 ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് മിഷോങ്. ആഗോളവൽക്കരണത്തിന്റെ പ്രധാന ഫലങ്ങളിലൊന്നാണ് പുറം പണിക്കരാർ, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം. ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ എ, പുറം പണിക്കരാർ. GST നിലവിൽ വന്നത്? ജൂലൈ 2016, ഏപ്രിൽ 2016, ജൂലൈ 2017, ഏപ്രിൽ 2017. ഉത്തരം ഓപ്ഷൻ സി ആണ്, ജൂലൈ 2017. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയെ യോജിക്കാത്ത പ്രസ്താവന ഏത്? ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചു. അത്യുൽപാദന മേന്മയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നു. ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടം 1970ന്റെ പകുതി മുതൽ 1980ന്റെ പകുതി വരെയാണ്. ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇവയൊന്നുമല്ല.
പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഇതിൽ നയങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു. സുസ്ഥിരമാക്കൽ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണങ്ങൾ. സുസ്ഥിരമാക്കൽ നടപടികളിൽ അടവുശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമാണ് ഈ നടപടികൾ ലക്ഷ്യം വെച്ചത്. ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ ഹ്രസ്വകാല നടപടികളാണ്. ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഘടനാപരമായ പരിഷ്കരണങ്ങൾ ഹ്രസ്വകാല നടപടികളാണ്. നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്തൽ, സഹകരണ ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും. ഇവയെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം. പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത് 28 ഓഗസ്റ്റ് 2014, 28 സെപ്റ്റംബർ 2014, 28 ഒക്ടോബർ 2014. ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ എ ആണ്. 28 ഓഗസ്റ്റ് 2014. താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. കോടതിയെ സമീപിക്കാവുന്നതാണ്. വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം. സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരമുണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം. അനുച്ഛേദം 62, അനുച്ഛേദം 109, അനുച്ഛേദം 302, അനുച്ഛേദം 248. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അനുച്ഛേദം 248. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരമുണ്ടായിരിക്കും. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന അനുച്ഛേദം 293 ആകുന്നു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വർഷം തോറും ഒരു റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കേണ്ടതാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ 4 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരി. ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരം. ഉത്തരം ഓപ്ഷൻ സി ആണ്. കൺകറന്റ് ലിസ്റ്റ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 44ാമത് ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കപ്പെട്ടു. 52ാമത് ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഉൾപ്പെടുത്തി. 73ാമത് ഭേദഗതി പഞ്ചായത്തി രാജ് സമ്പ്രദായം നടപ്പിലാക്കി. 74ാമത് ഭേദഗതി നഗരപാലിക ബിൽ നടപ്പിലാക്കി. ഉത്തരം ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉം ശരി. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 7. ഉത്തരം ഓപ്ഷൻ എ ആണ്. എയും ബിയും ശരി. താഴെ തന്നിട്ടുള്ളവയിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? 1988 സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത. കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി. അന്തരിച്ചത് 2023 നവംബർ 22. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത, കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി എന്നിവ. അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ 357, ആർട്ടിക്കിൾ 358, ആർട്ടിക്കിൾ 359, ആർട്ടിക്കിൾ 360. ഉത്തരം ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 358. നിലവിലെ UPSC ചെയർമാൻ ആരാണ്? പ്രീതി സുധാൻ, മനോജ് സോണി, സുമൻ ശർമ്മ, അരവിന്ദ് സക്സേന. ഉത്തരം ഓപ്ഷൻ ബി ആണ്. മനോജ് സോണി. താഴെ പറഞ്ഞിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? പഞ്ചായത്തി രാജ് സംവിധാന പ്രകാരം 1/3 സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തി രാജ് ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്.
ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അധ്യക്ഷൻ വാർഡ് മെമ്പറുമാണ്. ഉത്തരം ഓപ്ഷൻ ഡി. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അധ്യക്ഷൻ വാർഡ് മെമ്പറുമാണ്. കേരളത്തിലെ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്? ഏപ്രിൽ 23, ഫെബ്രുവരി 19, ഏപ്രിൽ 24, ഫെബ്രുവരി 18. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഫെബ്രുവരി 19. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? 2008 29 നമ്പർ ആക്ട്, 2008 26 നമ്പർ ആക്ട്, 2006 28 നമ്പർ ആക്ട്, 2008 25 നമ്പർ ആക്ട്. ഉത്തരം ഓപ്ഷൻ എ, 2008 28 നമ്പർ ആക്ട്. കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുള്ളത്? ഗവർണർ, ഹൈക്കോടതി, മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി. ഉത്തരം ഓപ്ഷൻ ബി, ഹൈക്കോടതി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാസവസ്തുവിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് രോഗം ഉണ്ടാവുന്നത്? ഡോപ്പമിൻ, അസറ്റലിൻ, ഓക്സിൻ, തൈറോക്സിൻ. ഉത്തരം ഓപ്ഷൻ എ, ഡോപ്പമിൻ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥക്ക് പറയുന്ന പേരെന്ത്? നിശാന്തത, തിമിരം, സിറോഫ്താൽമിയ, ഗ്ലോക്കോമ. ഉത്തരം ഓപ്ഷൻ സി, സിറോഫ്താൽമിയ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നവയേവ? പ്രൊലാക്റ്റിൻ മുലപ്പാൽ ഉൽപാദനം, സൊമാറ്റോട്രോപ്പിൻ ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നു, വാസോപ്രസിൻ പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നു, ഗൊണാഡോട്രോഫിക് ഹോർമോൺ വൃക്കയിലെ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നു എന്നിവയാണ് കൊടുത്തിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 3ഉം 4ഉം. RNAയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ്? അഡിനിൻ, തൈമിൻ, യുറാസിൻ, സൈറ്റോസിൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, തൈമിൻ. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം? ചെറുതന, ആലപ്പുഴ, പുതുശ്ശേരി, പാലക്കാട്, അളഗപ്പ നഗർ, തൃശൂർ, പെരുമ്പടപ്പ്, മലപ്പുറം. ഉത്തരം ഓപ്ഷൻ എ, ചെറുതന, ആലപ്പുഴ. 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞൻ? ഫെറൻ ക്രൗസ്, പിയറി അഗോസ്റ്റിനി, ലൂയി ഇ ബ്രസ്, ഡ്രൂ വെയ്സ്മാൻ. ഉത്തരം ഓപ്ഷൻ ഡി, ഡ്രൂ വെയ്സ്മാൻ. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏത്? ഗാമ തരംഗം, റേഡിയോ തരംഗം, എക്സ് തരംഗം, UV തരംഗം. ഉത്തരം ഓപ്ഷൻ ബി, റേഡിയോ തരംഗം. പ്രതലബലത്തിന്റെ SI യൂണിറ്റ് പ്രസ്താവിക്കുക? Nm, Jm², J ഡൈൻ. ഉത്തരം ഓപ്ഷൻ ബി, Jm². ഒരു തടാക പ്രതലത്തിൽ നിന്ന് 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? G = 10 m/s². അന്തരീക്ഷമർദ്ദം 1 ATM. സാന്ദ്രത 10⁻³ kg/m³. 1 ATM, 2 ATM, 3 ATM, 4 ATM എന്നിവയാണ് ഓപ്ഷൻസ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 ATM. മനുഷ്യരക്തത്തിന്റെ pH മൂല്യം എത്ര? 7, 7.4, 8.2, 6.3. ഉത്തരം ഓപ്ഷൻ ബി, 7.4. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം? നിക്കൽ, ചെമ്പ്, സിങ്ക്, അലൂമിനിയം. ഉത്തരം ഓപ്ഷൻ എ, നിക്കൽ. വായുകുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിന്റെ ഒരു ഉദാഹരണമാണ്? ഗ്രഹാം നിയമം, ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം. ഉത്തരം ഓപ്ഷൻ ബി, ബോയിൽ നിയമം. ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസസംയോഗ ശക്തിയുള്ളത്? ലിഥിയം, ബെറിലിയം, ഫ്ലൂറിൻ, ഹീലിയം. ഉത്തരം ഓപ്ഷൻ ഡി, ഹീലിയം. അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? കഥകളി, കൂത്ത്, കൂടിയാട്ടം, ഓട്ടംതുള്ളൽ. ഉത്തരം ഓപ്ഷൻ സി, കൂടിയാട്ടം. ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം? ഹോക്കി, ഫുട്ബോൾ, ക്രിക്കറ്റ്, ടെന്നീസ്. ഉത്തരം ഓപ്ഷൻ ബി, ഫുട്ബോൾ. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവി? പൂന്താനം, ചെറുശ്ശേരി, വള്ളത്തോൾ, കുമാരനാശാൻ. ഉത്തരം ഓപ്ഷൻ ഡി, കുമാരനാശാൻ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്തന്യു, പെറ്റമ്മത്തൻ, ഭാഷതാൻ. ആരുടെ വാക്കുകൾ? വള്ളത്തോൾ, ONV കുറുപ്പ്, ഇടശ്ശേരി, പൂന്താനം. ഉത്തരം ഓപ്ഷൻ എ, വള്ളത്തോൾ.
അടുത്തിടെ ചൈനയിൽ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ H1N1, H9N2, വാരിയോള, റൂബിയോള വൈറസ്. ഉത്തരം ഓപ്ഷൻ ബി H9N2. 2 1/3+3 1/3+4 1/4 9 1/8 10 1/12 9 1/6 12 1/10. ഉത്തരം ഓപ്ഷൻ ബി 10 1/12. 100 ക്യൂബ് ഇൻറ്റു 1000⁵5 10x ആയാൽ എക്സിൻ്റെ വില എത്ര? 21 5 8 10. ഉത്തരം ഓപ്ഷൻ എ 21. ഒരു സമാന്തര ശ്രേണിയുടെ 15-ാം പദം 35, 35-ാം പദം 15 ആയാൽ പൊതുവ്യത്യാസം എത്ര? 5 1 -1 2. ഉത്തരം ഓപ്ഷൻ സി -1. എയുടെ 30% ബിയുടെ 20% ആയാൽ a+b⁻b−a എത്ര? 3:2 2:3 1:5 5:1. ഉത്തരം ഓപ്ഷൻ ഡി ആണ് 5:1. ഒരു കോഡ് ഭാഷയിൽ ബോംബെ =52 ആയാൽ ഡൽഹി =25 34 33 32. ഉത്തരം ഓപ്ഷൻ സി 33. 6000 രൂപയ്ക്ക് 6% സാധാരണ പലിശ നിരക്കിൽ 10 മാസത്തേക്കുള്ള പലിശ എത്ര? 400 രൂപ 300 രൂപ 350 രൂപ 450 രൂപ. ഉത്തരം ഓപ്ഷൻ ബി 300 രൂപ. കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യ കണ്ടെത്തുക. 391 361 225 625. ഉത്തരം ഓപ്ഷൻ എ 391. 40 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയും? 140 ഡിഗ്രി 160 ഡിഗ്രി 200 ഡിഗ്രി 240 ഡിഗ്രി. ഉത്തരം ഓപ്ഷൻ ഡി 240 ഡിഗ്രി. ഒരു എണ്ണൽ സംഖ്യ അതിൻ്റെ വ്യുൽക്രമത്തിൻ്റെ 16 മടങ്ങാണ്. എന്നാൽ സംഖ്യ ഏത്? 2 4 6 8. ഉത്തരം ഓപ്ഷൻ ബി 4. 6⁻15ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര? 4 8 6 3. ഉത്തരം ഓപ്ഷൻ സി 6. Which of the following sentences contains a gerund? She walked to the store. They watched the movie. He enjoyed playing soccer. We ate pizza for dinner. ഉത്തരം ഓപ്ഷൻ സി he enjoys playing soccer. That was dash disappointment, but we managed to get dash room across dash hall from it. And the 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 an. ഉത്തരം ഓപ്ഷൻ ബി the. As soon as he came, he made sure that everything was all right. Change into negative sentence without changing its meaning. No sooner did he come than he made sure that everything was all right. As soon as he came, he did not make sure that everything was all right. No sooner he came, he made sure that everything was all right. As soon as he came, he made sure that nothing was all right. ഉത്തരം ഓപ്ഷൻ എ no sooner did he come than he made sure that everything was all right. If James dash enough money, he dash buy a new car next year. Had would, have will, has would. ഉത്തരം ഓപ്ഷൻ എ had would. He was absent dash he was sick. Because, when, during, while. ഉത്തരം ഓപ്ഷൻ എ because. Choose the correct meaning of the foreign words and phrases. A lovely affair, a good incident, a love affair, a sexual affair. ഉത്തരം ഓപ്ഷൻ സി a love affair. Choose the correctly spelled word. Discrepancy. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഡിസ്ക്രിപ്പൻസി. ഈ സ്പെല്ലിംഗ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഇത്. His speech has taken the wind out of my sails, made me think of the future, made me remember my past, made my words or actions ineffective, made me depressed. ഉത്തരം ഓപ്ഷൻ സി made my words or actions ineffective. They said, let us come in. They told that let them be allowed to come in. They requested that they might be allowed to come in. They said that if they are allowed to come in, they requested me to let them come in. ഉത്തരം ഓപ്ഷൻ ഡി they requested me to let them come in. A speech made by someone for the first time. Maiden speech, sermon, extempore,
സ്പോണ്ടാനിയസ്. ഉത്തരം ഓപ്ഷൻ എ മെയ്ഡൻ സ്പീച്ച്. ശരിയായ പ്രയോഗം ഏത്? 10 തെങ്ങ്, 10 തെങ്ങുകൾ, 100 പുസ്തകം, 100 പുസ്തകങ്ങൾ. ഇവയാണ് തന്നിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ശരിയാണ്. നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദം? നേത്രി, നേത്രാരി, നേത്രി. ഇതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ സി നേത്രി. മിനുങ്ങ് എന്ന പദത്തിന്റെ പര്യായ പദമാണ് പ്രകാശകൻ, പ്രകാശിതം, തൈജസഗീനം, ഗദ്വാദം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം ശരിയാണ്. ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം? വഞ്ചകൻ, പോരാളി, യോദ്ധാവ് എന്നിവയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 മാത്രം ശരിയാണ്. ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദമാണ്? അർത്ഥം, വിത്തം, അർദ്ധം, ആനനം. ഇവയാണ് തന്നിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. ശരിയായ വാക്കുകൾ ഏത്? രക്ഷകർത്താവ്, രക്ഷാകർത്താവ്, ഹാർദവം, ഹാർദം. ഉത്തരം ഓപ്ഷൻ ഡി. 2ഉം 4ഉം ശരിയാണ്. ഫാഷൻ മോങ്ങർ എന്ന പദത്തിനുള്ള ഉചിതമായ തർജ്ജമ ഏത്? അഴകിയ രാവണൻ, ജ്വാലമുഖി, സുന്ദരപുരുഷൻ, വെനീസിലെ വ്യാപാരി. ഇവയാണ് തന്നിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 മാത്രം ശരിയാണ്. കഥയുടെ പ്രധാനമായ അംശം? ഒറ്റപദം ഏത്? കഥാഗതി, കഥാസാരം, കഥനം, കഥാസംക്ഷേപം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2 മാത്രം ശരിയാണ്. പിൽക്കാലം, കണ്ണീര് എന്നീ പദങ്ങൾ പിരിച്ചെഴുതുന്നത്? പിൻ പ്ലസ് കാലം, പിൽ പ്ലസ് കാലം, കൺ പ്ലസ് നീര്, കണ്ണ് പ്ലസ് നീര്. ഉത്തരം ഓപ്ഷൻ എ 1ഉം 3ഉം ശരിയാണ്. അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം? ഉള്ളിലും പുറത്തും വിരോധം, ഉള്ളിലും പുറത്തും സ്നേഹം, ഉള്ളിൽ സ്നേഹവും പുറമെ വിരോധവും, ഉള്ളിൽ വിരോധവും പുറമെ സ്നേഹവും. ഉത്തരം ഓപ്ഷൻ ഡി. 4 മാത്രം ശരിയാണ്. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, കർണാടക. ഉത്തരം ഓപ്ഷൻ സി ഉത്തർപ്രദേശ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? കനോലി, NR നായർ, ബോഡിലോൺ, രാമറാവു. ഉത്തരം ഓപ്ഷൻ സി ബോഡിലോൺ. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ്? പരിസ്ഥിതി സംരക്ഷണ നിയമം, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980, വന്യജീവി സംരക്ഷണ നിയമം 1972. മുകളിൽ പറഞ്ഞതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ബി ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. താഴെ പറയുന്നവയിൽ കേരളത്തിൽ വിദേശ സസ്യമല്ലാത്തത് ഏത്? ആഞ്ഞിലി, അക്കേഷ്യ, യൂക്കാലിപ്സ്, കാറ്റാടി. ഉത്തരം ഓപ്ഷൻ എ ആഞ്ഞിലി. ഭീമൻ പാണ്ട ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന ഏത്? WWF, IUCN, സൈറ്റീസ്. മുകളിൽ പറഞ്ഞതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ എ WWF. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഡെറാഡൂൺ, ഡൽഹി, ഭോപ്പാൽ, മുംബൈ. ഉത്തരം ഓപ്ഷൻ സി ഭോപ്പാൽ. മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏത്? നീലത്തിമിംഗലം, നീലത്തിമിംഗല സ്രാവ്, ഡോൾഫിൻ, തിരണ്ടി. ഉത്തരം ഓപ്ഷൻ ബി തിമിംഗല സ്രാവ്. താഴെ പറയുന്നവയിൽ കടുവ സങ്കേതമില്ലാത്ത സ്ഥലം ഏത്? തേക്കടി, വയനാട്, പറമ്പിക്കുളം. മുകളിൽ പറഞ്ഞതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ബി വയനാട്. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണ്? സാൽ, ചെങ്കുറിഞ്ഞി, പൈൻ. മുകളിൽ പറഞ്ഞതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ബി ചെങ്കുറിഞ്ഞി. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1927, 1986, 1972, 1980. ഉത്തരം ഓപ്ഷൻ ബി 1986. കേരളത്തിലെ ഏക മയിൽ സങ്കേതം ഏതാണ്? ചൂലന്നൂർ, തട്ടേക്കാട്, ആറളം, ചെന്തുരുണി. ഉത്തരം ഓപ്ഷൻ എ ചൂലന്നൂർ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളില്ലാത്ത ഒരു ജില്ല ഏതാണ്? കാസർഗോഡ്, കണ്ണൂർ, കൊല്ലം, തിരുവനന്തപുരം. ഉത്തരം ഓപ്ഷൻ എ കാസർഗോഡ്. ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ്? ഡൽഹി, ബാംഗ്ലൂർ, മുംബൈ, ചെന്നൈ. ഉത്തരം ഓപ്ഷൻ ഡി ചെന്നൈ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? വരയാട് മൂന്നാറിൽ മാത്രം കാണപ്പെടുന്നു, വരയാട് ഇടുക്കി ജില്ലയിൽ മാത്രം കാണപ്പെടുന്നു, വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു. മുകളിൽ പറഞ്ഞവ എല്ലാം തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ സി വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു.
സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി, വനം മേധാവി, ചീഫ് സെക്രട്ടറി, വനം മന്ത്രി. ഉത്തരം ഓപ്ഷൻ എ മുഖ്യമന്ത്രി. കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? കേരള ഫോറസ്റ്റ് ആക്ട് 1961, വന്യജീവി സംരക്ഷണ നിയമം 1972, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980, മുകളിൽ പറഞ്ഞതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ എ കേരള ഫോറസ്റ്റ് ആക്ട് 1961. എന്താണ് NTFP? കടുവകളിൽ ഉണ്ടാകുന്ന ഒരു അസുഖം. തടിയിതര വനോൽപ്പന്നങ്ങൾ. വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു സംഘടന. മുകളിൽ പറഞ്ഞതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ബി ആണ്, തടിയിതര വനോൽപ്പന്നങ്ങൾ. പ്രൊജക്ട് എലഫന്റ് ആരംഭിച്ച വർഷം ഏത്? 1992, 1972, 2002, 2012. ഉത്തരം ഓപ്ഷൻ എ 1992. IT നിയമത്തിലെ ഈ വ്യവസ്ഥ പകർപ്പവകാശ നിയമത്തിന് കീഴിൽ ലഭ്യമായതിലും അപ്പുറമുള്ള കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റുകൾ സംരക്ഷിക്കാനുള്ള ശ്രമമാണ്. സെക്ഷൻ 43, സെക്ഷൻ 65, സെക്ഷൻ 66, സെക്ഷൻ 70. ഉത്തരം ഓപ്ഷൻ ബി സെക്ഷൻ 65. ജോയിന്റ് അക്കാദമിക് നെറ്റ്വർക്കിലേക്ക് അനധികൃത ആക്സസ് നേടിയ പ്രതി അംഗീകൃത ഉപയോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനായി ഫയലുകൾ ഇല്ലാതാക്കുകയും ചേർക്കുകയും പാസ്വേഡുകൾ മാറ്റുകയും ചെയ്തു. IT ആക്ട് പ്രകാരം പ്രതി ചെയ്ത കുറ്റം ഏത് വകുപ്പിൻ കീഴിലാണ്? സെക്ഷൻ 63, സെക്ഷൻ 72, സെക്ഷൻ 66, സെക്ഷൻ 74. ഉത്തരം ഓപ്ഷൻ സി സെക്ഷൻ 66.